ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. ഇന്ന് റമദാൻ 1 അപ്പോൾ അതിൻ്റേതായ സ്റ്റാർട്ടിങ് പരിപാടികളൊക്കെ ആയിട്ട് ഇങ്ങനെ തുടങ്ങുകയാണ്. രാവിലെ അങ്ങാടി പോകണം, ഇനി കുറച്ച് ചിക്കൻ മേടിച്ചുകൊണ്ടുണ്ടാക്കണം, പിന്നെ നോമ്പിൻ്റെ വിശേഷങ്ങളൊക്കെ ഓരോന്നായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ നമ്മുടെ അതാത് സമയങ്ങളിൽ ഷൂട്ട് ചെയ്ത് വെക്കാം, എന്നിട്ട് മൊത്തത്തിൽ അപ്ലോഡ് ചെയ്തിട്ട് കാണാം. അപ്പോൾ അതുവരെ ഓരോ പരിപാടികളും ഷൂട്ട് ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ സ്റ്റാർട്ടിങ് നോമ്പ് 1 ആയതുകൊണ്ട് തന്നെ നേരം ഇപ്പോൾ ഒരു 11:30 മണിയായി. കുറച്ച് നേരം ഒന്ന് കടന്നുറങ്ങി നീച്ചിട്ടുള്ളൂ. അത്യാവശ്യം സ്വാഭാവികമായിട്ടും നീക്കുന്ന സമയത്ത് നീക്കാത്തതുകൊണ്ട് ഉറക്കത്തിൻ്റെ ഒരു മാറ്റം കൊണ്ടും ഒരു ചെറിയ തലവേദന ഉണ്ട്. അതെന്തായാലും കുഴപ്പമില്ല, സെറ്റാകും, റെയിലമ്മ കയറും. ഓക്കെ, അപ്പം തന്നെ നമുക്ക് ഓരോ വിശേഷങ്ങൾ അങ്ങോട്ട് കാണാം കേട്ടല്ലേ. ഹായ് സുബിയ, എന്താ കിടക്ക? എന്തെറ്റി? ഒലിമ്പാണിപ്പോൾ അറിയാലോ. ക്ഷീണുണ്ടോ? ഇത് ചാടിച്ചില്ല? അതെ, സുബിക്ക് ചാടിച്ച. നീ സ്കെച്ചാ? എന്ത് കിട്ടിയോ? മസിൽ പോയോ? സുബിൻ്റെ 6 പാക്കോ പോയച്ച്? 1:30 ആയിട്ടുള്ളൂ. ഇനി ഒന്നും ഉറങ്ങിക്കോളിന്ന് കേട്ടോ. ഉറങ്ങിച്ചുമ്പച്ചിന് നമ്മൾ പത്തിരി ചിക്കൻ കറി ആക്കാം. ചിക്കൻ കൂടെ നിൽക്കണേ. നോമ്പറക്കാൻ അവധി ഉണ്ടായി തരാം കേട്ടോ. ഉറങ്ങിക്കോളി കേട്ടോ. ബിസ്കറ്റില്ലേ? ഓക്കെ. അപ്പോൾ നമ്മളെ ടീമിനോട് വ്യൂവേഴ്സിനോട് ടാറ്റ പറഞ്ഞേ. ഓക്കെ കേട്ടോ. ഉച്ചക്ക് 3:30 മണി. സുബിന് നോമ്പ് പറ്റി നല്ല ടയർഡായിട്ട് കിടന്ന് ഉറങ്ങാം കേട്ടോ. ഇവിടെ നമ്മുടെ ഡൈനിങ് ഹാളിൽ ഫാനൊക്കെ ഇട്ടിട്ട് കിടന്നു നിൽക്കും. ചൂടായിട്ട് ഞാനിത് ടർക്കി ഇട്ടെന്ന് വെച്ചാൽ നമുക്ക് എന്താ വെച്ചാൽ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസിന് പ്രശ്നമാണ്. അതായത് നിയമവിരുദ്ധമാവും. അപ്പോൾ ഷർട്ട് ഇടാൻ ഇറക്കണുണ്ട്. ഷർട്ടൊന്നുമില്ല, ട്രൗസർ മാത്രം കിടന്നിരിക്കുകയാണ്. ചൂട് താങ്ങായിട്ട്. അപ്പോൾ അത് ടർക്കി ഇപ്പോൾ മാറ്റും. ഓക്കെ, സെറ്റ്. മുത്തുവിൻ്റെ കറി റെഡി ആയിക്കൊണ്ടിരിക്കുക കേട്ടോ. കറിയൊക്കെ ആവി പറക്കാൻ തുടങ്ങി. കറിക്ക് വറുത്തിറക്കാനുള്ള പരിപാടി തോന്നാം. എന്തോ വറുത്തിറക്കാല പരിപാടിയാണ്? വറുത്തിറക്കാല പരിപാടി കേട്ടോ. തേങ്ങക്ക് ചിരക്ക്. എന്താ ചെറുള്ളി ജീരകല്ലെത്തോ? ഇത് ടയർഡായോ? യെസ്. ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. അപ്പോൾ നമ്മളെ റമദാൻ 1 എല്ലാവർക്കും ആദ്യം തന്നെ ഹാപ്പി റമദാൻ. അപ്പോൾ എല്ലാവർക്കും നോമ്പൊക്കെ ഉണ്ടെന്ന് വിചാരിക്കണു. സുബിക്കൊക്കെ നോമ്പാണ്. എങ്ങനെയുണ്ട് സുബി നോമ്പ്? സുഖമുണ്ട്. അപ്പോൾ നമ്മൾ നോമ്പിൻ്റെ പരിപാടിയിലാണ്, കണ്ടോ, കിച്ചൺ ഡ്യൂട്ടിയിലാണ്. ഡ്രസ്സൊക്കെ കണ്ടില്ലേ? അപ്പോൾ അതിനിടയിൽ ചെറിയൊരു വീഡിയോ എന്തെങ്കിലും എടുക്കുക. ഇപ്പോൾ വീഡിയോസൊന്നും എടുക്കലില്ല. സംഭവം വയ്യ, തീരെ ഒട്ടും വയ്യാത്തതുകൊണ്ട് ഇങ്ങനെ ചവിട്ടി പിടിച്ച് നിൽക്കുകയാണ്. ഞാൻ കിടപ്പിലായതുകൊണ്ട് തന്നെ ബാക്കി എല്ലാവർക്കും അത്യാവശ്യം പണി കിട്ടി കിടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഒന്നും നടക്കണില്ല. അതുകൊണ്ടാണ് വീഡിയോസൊന്നും എടുക്കാത്തത്. അപ്പോൾ ഇനി നമുക്ക് റമദാനിലെ 30 ദിവസം വീഡിയോ എന്തായാലും നമുക്കിവിടെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിൻ്റെ വീഡിയോസ് എടുക്കണമെന്നുണ്ട്. പറ്റുമോയെന്നറിയില്ല. നടക്കുകയാണെങ്കിൽ ഇനി നിങ്ങളുടെ മുമ്പൊക്കെ എല്ലാ ദിവസവും വീഡിയോ ഉണ്ടാവും. പിന്നെ ഇനിയിപ്പോൾ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പത്തിരി ഉണ്ടാക്കി. ഞങ്ങൾ പത്തിരി ഗ്യാസുമ്മേ ചുട്ടെടുക്കൂല, അടുപ്പത്ത് തന്നെ വിറക് കത്തിച്ച് ചുട്ടെടുക്കലാണ്. അതുകൊണ്ട് തന്നെ ആകെ വീർത്ത് കുളിച്ച്. സുബിയാണ് എനിക്ക് പത്തിരി ചുടാൻ വേണ്ടിയിട്ട് എൻ്റെ ഹെൽപ്പർ സുബിയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഗ്യാപ്പിൽ കുറച്ചേരം റെസ്റ്റ് എടുക്കാൻ വിചാരിച്ച് വന്നിവിടെ ഇരിക്കുകയാണ്. ഇനി ഇഷ്ടം പോലെ പണിയുണ്ട്. കറി വെച്ചു, ചിക്കന് വറുത്തരച്ച കോഴിക്കറി വെച്ചു, പത്തിരി ഉണ്ടാക്കി. ഇനിയിപ്പോൾ എന്തൊക്കെയുണ്ട് പരിപാടി സുബിയെ? പൊക്കവട ഉണ്ടാക്കണം, പിന്നെ നമ്മൾ തരിക്കഞ്ഞി ഉണ്ടാക്കണം, പിന്നെ ജ്യൂസ് അടിച്ചാണ്ട്, ഫ്രൂട്ട്സ് കട്ട് ചെയ്യാണ്ട്, അങ്ങനെ കുറേ പരിപാടി ഇനിയുണ്ട്. അപ്പോൾ പത്തിരി ഉണ്ടാക്കിയൊരു ഗ്യാപ്പിൽ ഞങ്ങളടുത്തേക്ക് വന്നതാണ്. എന്തായാലും ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം എന്തായാലും ഞങ്ങൾ ഇനി വീണ്ടും അടുക്കളയിലേക്ക് പോവുകയാണ്. അത് അടുക്കള ഒന്നും കാണിച്ചു തരുന്നില്ല, ഞാൻ അലമ്പായി കിടക്കുകയാണ്. പിന്നെ വേറെ ആരും ഞങ്ങൾക്ക് വീഡിയോ എടുത്തു തരാമല്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ മാത്രമായിട്ട് ഇങ്ങനെ വീഡിയോ എടുത്ത് പോകണം. അപ്പോൾ ഫുഡൊക്കെ ഉണ്ടായി കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മളെ ഫുഡ് ഐറ്റംസൊക്കെ. ഒരുപാടൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഇത് പിസ്ത വെള്ളം, പിന്നെ ഇത് നമ്മളെ തരിക്കഞ്ഞി, ഈത്തപ്പഴമുണ്ട്, പിന്നെ ആപ്പിളുണ്ട്, അത് എടുത്തിട്ടില്ല, അത് വേണ്ടാന്ന് പറഞ്ഞു. ഇത് പച്ചവെള്ളം, തണുത്ത വെള്ളം. പിന്നെ ഇത് പൊക്കവടയാണ്. ഇനി പത്തിരിയും ചിക്കൻ കറിയും ഉണ്ട്. അതിനി ഞങ്ങളിത് കഴിച്ചിട്ട് നോമ്പ് തുറന്നിട്ടേ ഉള്ളൂ, ഇനി നിസ്കാരം കഴിഞ്ഞിട്ടുള്ളൂ.
പത്തിരിയൊക്കെ തിന്ന് അപ്പോൾ കാണിച്ചു തരാം എന്തായാലും. ബാക്കിയുള്ള ഫുഡ് ഐറ്റംസാണ് ഇതൊക്കെ. അപ്പോൾ സെറ്റ്. ഇനി അത് കഴിഞ്ഞിട്ട് ബാങ്ക് കൊടുത്തിട്ട് കാണാം. അപ്പം ഞങ്ങൾ നോമ്പൊക്കെ തുറന്നു, പക്ഷെ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. വീഡിയോ എടുക്കാൻ നിൽക്കുന്ന സമയത്ത് ബാങ്ക് കൊടുത്തു. അപ്പോൾ പിന്നെ ആരും ഒന്നിനും നിന്നില്ല, എല്ലാവരും ഓരോ വഴിക്ക് കഴിച്ചാൻ പോയി. അപ്പം അത് കഴിഞ്ഞ് ഇപ്പോൾ സമയം എനിക്ക് തോന്നുന്നു 7:45 കഴിക്കണം. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പത്തിരിയും ചിക്കൻ കറിയും തിന്നണത്. ക്ഷീണമൊക്കെ മാറ്റിയിട്ട്, കാരണം ഇവർക്ക് വെള്ളമൊക്കെ കുടിച്ചപ്പോഴത്തേന് വയറൊന്ന് കുളത്തി പിടിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി കുറച്ച് കഴിഞ്ഞിട്ട് തിന്നോന്നോ, ഒറ്റ വലിക്ക് വാരി വലിച്ച് തിന്നണ്ടാന്നിട്ട് നിസ്കാരം കഴിഞ്ഞിട്ടും ഒക്കെ കിടക്കുകയാണ്. സൂബി ഇപ്പോഴും അവിടെ കിടക്കുകയാണ്. അപ്പോൾ ഇച്ചൂച്ചി തകണു ഇവിടെ പത്തിരിയും ചിക്കൻ കറിയും കഴിഞ്ഞുകണു കേട്ടോ. കാലി പ്ലേറ്റ് അയക്കണ് തിന്നുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ ഉണ്ട് മുത്തേ? നോമ്പ് എങ്ങനെ ഉണ്ടായിനു? ഞാൻ സത്യത്തിൽ ചായ ഒന്നും കുടിച്ചിട്ടില്ല. സുബി ഇച്ചിച്ചു മാത്രമേ ചായ അടിച്ചിട്ടുള്ളൂ. പിന്നെ ഞങ്ങൾ ഭക്ഷണം കഴിച്ചായിരിക്കണതിന് മുന്നായിട്ട് നമ്മളിവിടുത്തെ ഹോട്ടലുണ്ട്. ഹോട്ടൽ തളിയാക്കാക്ക് എന്തോ തലവേദനയാണ്, കുറേ നേരമായി തുടങ്ങിയിട്ട്. അപ്പോൾ കുറവില്ല, ഹോസ്പിറ്റലിലൊന്ന് പോകണം, നോമ്പ് പറഞ്ഞിട്ട് വരുമോ വെച്ചിട്ട് അളിയാക്കാൻ്റെ കൊണ്ടാട്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഷാനും വേഗം നോമ്പ് പറഞ്ഞ് കഴിച്ച് കുറച്ച് തിന്നിട്ട് പെട്ടെന്ന് പോയി. പത്തിരി ചിക്കന് എനിക്കൊരു 2-3 പത്തിരിയൊക്കെ തിന്നു. നിങ്ങൾ വരുമ്പോഴത്തേന് തീർക്കൂലല്ലോ എന്നൊക്കെ ചോദിച്ചിട്ട് ആൾ കുറച്ച് കഴിച്ചിട്ട് പോയി. ഞാൻ തിന്നിട്ടില്ല. ഇച്ചുച്ചി ഇപ്പം തിന്നു. സുബി പിന്നെ ഓൻ തിന്നു, പക്ഷെ ഓന് ഭയങ്കര ടയേർഡായിട്ട് കിടക്കണം. ഓനെ ഞാൻ കാണിച്ചു തരാം. കണ്ടോ ആദ്യത്തെ നോമ്പല്ലേ, നല്ല ചൂടുമല്ലേ, അപ്പോൾ അതിൻ്റെ ക്ഷീണം കൊണ്ടേ. സുബിയേ ഒന്നുകൂടെ നോക്കിക്കാ, നോമ്പ് എങ്ങനെ ഉണ്ടായിനു? സൂപ്പർ. നാളെ നോക്കുണ്ടോ? അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഫസ്റ്റത്തെ നോമ്പിൻ്റെ വിശേഷങ്ങൾ. ഇനി അങ്ങോട്ട് വലിയൊരു പ്രശ്നമൊന്നും അവർക്ക് ഉണ്ടാവില്ല. പിന്നെ ചിച്ചു ചിലപ്പോൾ നാളെ ചിലപ്പോഴേ നോക്കുള്ളൂ. ചിലപ്പോൾ ചട്ടി നോമ്പാവാൻ ചാൻസ് ഉണ്ട്. അപ്പം ഇനി എന്താ, ഇനി ചായ കുടിച്ചിട്ടില്ല. അങ്ങനെ പോകണം. പിന്നെ നമ്മൾക്ക് രാത്രി ഒരു 10 മണിക്ക് നമ്മൾ എന്നും 9:30 ഇപ്പോൾ നോമ്പായതുകൊണ്ട് തറാവിൻ്റെ സമയമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ 10 മണിക്ക് ലൈവ് ഇടാറുണ്ട്. അപ്പോൾ നമ്മൾ ലൈവ് ഇടുന്ന അറിയാത്തവരുണ്ടെങ്കിൽ, വീഡിയോ കണ്ടിട്ട് അറിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടിട്ട് നമ്മൾ ലൈവിൽ വരണം. 10 മണിക്കാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരാഴ്ച കഴിഞ്ഞു നമ്മൾ കറക്റ്റ് എല്ലാ ദിവസവും ലൈവ് ഇടാൻ തുടങ്ങിയിട്ട്. 9:30 അപ്പോൾ അതിൽ നിന്ന് ഒരുപാട് നല്ല കുറേ സുഹൃത്തുക്കളെ, നമുക്ക് കുറേ ബ്രദേഴ്സിനും സിസ്റ്റേഴ്സിനൊക്കെ കിട്ടി. ഞങ്ങളൊരു 1 hour ഇരിക്കും. ഭയങ്കര ജോളിയായിട്ട്, ഭയങ്കര ഹാപ്പി ആയിട്ട്, ഒരു ഫാമിലി പോലെ പെട്ടെന്ന് ഈ ഒരാഴ്ച കൊണ്ട് എല്ലാവരും ഭയങ്കര സെറ്റായി. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ നമ്മൾ ലൈവ് 10 മണിക്ക് എല്ലാ ദിവസവും 10 മണിക്ക് രാത്രി ഉണ്ടാവും. അപ്പോൾ അതിൽ കാണുക. ഇത്രേ ഉള്ളൂ ഇന്നത്തെ വിശേഷം. ഇനി നാളെ ഇൻഷാ അല്ലാ വലിയ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. നാളെ സെറ്റാക്കാം. ആദ്യത്തെ ആകുമ്പോൾ അതിൻ്റെ ഒരു പണിയും തിരക്കും, എല്ലാവർക്കും ക്ഷീണവും കാര്യമൊക്കെ ആയിട്ട് ആകെ അലമ്പായി കിടക്കുന്നു. നാളെ ഒക്കെ ആയിട്ട് ഒന്ന് സീറ്റിംഗ് ആവുമെന്ന് വിചാരിച്ചു. അപ്പോൾ നാളെ ഒന്നും കൂടി ബെറ്ററായിട്ട് വീഡിയോ എടുക്കാൻ ശ്രമിക്കാം. അപ്പോൾ ഷാനു ഇവിടെ അല്ല. ഷാനു പറഞ്ഞില്ല, ഹോസ്പിറ്റലിലേക്ക് പോയതാണ്. ഇനി അളിയാക്കൊക്കെ എന്താ പറഞ്ഞറിയില്ല, തിരിച്ച് വന്നിട്ടേ അറിയുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ടൊക്കെ ഉള്ളൂ ഇനി ഭക്ഷണം കഴിക്കലുണ്ടാവുക. അപ്പോൾ ബാക്കി എന്താ വെച്ചോ ഇനി. അപ്പം നാളെ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ടാറ്റാ. അപ്പോൾ നമ്മൾ ലൈവിൽ മറക്കണ്ട കേട്ടോ. ലൈവ് കാണാത്തവരുണ്ടെങ്കിൽ രാത്രി 10 മണിക്ക് ഡെയിലി നമ്മൾ ലൈവിൽ വരിക. അസ്സലാമു അലൈക്കും.